എഴുതിയവരുടെ കുടുംബയോഗത്തെ കുറിച്ച് പറയുമ്പോൾ വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ നമ്മുടെ ഭക്തന്മാരും കടന്നുപോയവരൊക്കെയും ശ്രമിച്ചിരുന്നുവെങ്കിലും ദൈവം നിശ്ചയിച്ചിരുന്നത് കഴിഞ്ഞ വർഷം ഇത് ആരംഭിക്കണമെന്നുള്ളതായിരുന്നു. നമ്മുടെ കുടുംബത്തെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയാവുന്ന ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ജനിച്ചു വളർന്ന അയിരൂരിന്റെ പ്രദേശത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നവരല്ല നമ്മൾ. നമ്മുടെ ആളുകളൊക്കെയും കേരളത്തിലും ഇന്ത്യയിലും മറ്റ് പല സ്ഥലങ്ങളിലുമായി അവർ പ്രവർത്തിക്കുന്നുണ്ട്, അനുഗ്രഹകരമായിട്ട് തന്നെ മുൻപോട്ട് പോകുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാവർക്കും ഒരുമിച്ച് പങ്കെടുക്കുന്നതിനുള്ള സമയവും അതിനുള്ള സൗകര്യവും ഒക്കെ ഇല്ലാത്തത് കാരണം നമ്മുടെ ഈ കൂടി വന്നിരിക്കുന്ന അംഗസംഖ്യ ചിലപ്പോൾ 35, 40, 50 ഒക്കെ ആയിരിക്കുമെങ്കിലും സാഹചര്യങ്ങളെ കണക്കാക്കുമ്പോൾ ഈ വന്നിരിക്കുന്ന 35, 40 എന്ന് പറയുന്ന ആ അംഗത്വം അല്ലെങ്കിൽ അവരുടെ സംഖ്യ ഒട്ടും കുറഞ്ഞതല്ല, അത് വലിയൊരു സംഖ്യയാണെന്നുള്ള ബോധത്തോടു കൂടി ആദ്യമായിട്ട് ഇപ്രകാരം കടന്നു വരുവാൻ സഹായിച്ച ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. കുടുംബയോഗത്തെ കുറിച്ച് പറയുമ്പോൾ ഇന്ന് ഈ യോഗത്തിൽ നമ്മുടെ കഴിഞ്ഞ തവണ നമ്മൾ ഒരു പെട്ടെന്നൊരു മീറ്റിംഗിൽ കൂടി ഭാരവാഹികളെയൊക്കെ നിശ്ചയിച്ചു. അതിനുശേഷം ഈ കഴിഞ്ഞ 4 മാസം നമ്മൾ കഴിഞ്ഞ ഓഗസ്റ്റ് 14-ാം തീയതിയായിരുന്നു കൂടിയത്. അതിനുശേഷം ഈ 4 മാസത്തിനകമായിട്ട് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട മറ്റ് പലരുമായിട്ട് നമ്മൾ ബന്ധം സ്ഥാപിക്കുകയും അവരെ കോണ്ടാക്ട് ചെയ്യുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് കഴിഞ്ഞ തവണ പങ്കിടുന്നതിൽ കൂടുതൽ ആൾക്കാർ ഇന്നത് സംബന്ധിക്കുന്നു എന്നുള്ളതാണ് സന്തോഷം. വളരെ സന്തോഷമായിട്ട് എനിക്ക് ഇതിനകത്ത് പറയുവാനുള്ള സംഗതി, നമ്മുടെ എഴുത്തകത്തെ നയനാൻ എന്ന് പറയുന്ന അപ്പച്ചൻ്റെ 5 ആൺമക്കളും 2 പെൺമക്കളും ഉൾപ്പെട്ട ആ കുടുംബം, അതിലെ കൊച്ചു മക്കളുടെ നിലവാരത്തിൽപ്പെടുന്നവരാണ്. അതിൽ മുതിർന്ന ജോയിക്കാനടക്കമുള്ള ഞാനും സ്വാമിയും രഞ്ജിത്തും ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ അമ്മണിമാമയുടെ ഇരിപ്പുണ്ട്. ആ മുതിർന്ന ആ തലമുറയിലെ ഏറ്റവും മുതിർന്ന വ്യക്തി ഏബ്രഹാം ടി നയനാൻ, തട്ടാരത്തെ അവറാച്ചൻ എന്ന് പറയുന്ന അപ്പച്ചൻ്റെ കൊച്ചുമകൻ ഏബ്രഹാം ടി നയനാൻ, ജോയിച്ചാൻ നമ്മുടെ മധ്യയുണ്ട്. ജോയിച്ചാനും പരിമത്സം മാമയും ഇവിടെ നമ്മുടെ മധ്യയുണ്ട് എന്നുള്ളത് വളരെ അനുഗ്രഹത്തോടു കൂടി വളരെ സന്തോഷത്തോടു കൂടി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു അവസരം അത്രയുണ്ട്. അതുപോലെ അമ്മിമാമ കടന്നു വന്നത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം തരുന്നു. ഞങ്ങളെക്കാൾ സീനിയറായിട്ടുള്ള ഒരു കുടുംബത്തിൻ്റെ ഞങ്ങളുടെ അംഗം കൂടെ ഉണ്ട് എന്നുള്ളത് സന്തോഷം തരുന്നു. അതുപോലെ ചെന്നൈയിൽ നിന്ന് എൻ്റെ ചെറുപ്പുറം ശാഖയിലെ അപ്പച്ചൻ്റെ മൂത്ത മകൻ കീവർച്ചാൻ എന്ന് പറയുന്ന ആ അപ്പച്ചൻ്റെ മൂത്ത മകൻ സ്വാമിച്ചാൻ്റെ മകൻ സന്തോഷും കുടുംബവും ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ കുവൈറ്റിൽ ജോലി ചെയ്യുന്ന പുളിയോട് ശാഖയിലെ ജോലി അടുത്ത് തന്നെ ഇപ്പോൾ ഇവിടെ എത്തും. അങ്ങനെ അതുപോലെ അമ്മിമാമയുടെ മകൻ മോണി ഇവിടെയുണ്ട്. അതുപോലെ സ്വയം പരിചയപ്പെടുത്തുന്ന സന്ദർഭത്തിൽ നമുക്ക് ഓരോരുത്തരെയും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മറ്റു പല ആൾക്കാർ ഇവിടെ വന്നിരിപ്പുണ്ട്. ധാരാളം ആളുകൾക്ക് ഇന്നത്തെ ചില പ്രത്യേക അസൗകര്യ പ്രകാരം അവർക്ക് പങ്കെടുക്കുവാൻ സാധിക്കാത്ത വിവരം നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അവർ കൂടെ വന്നിരുന്നു എങ്കിൽ സ്വല്പം കൂടെ നമുക്കൊരു അംഗത്വം ഇവിടെ ഉണ്ടാകുമായിരുന്നു. എങ്കിൽ പോലും അവരുടെ പ്രാർത്ഥനയും അവരുടെ ടെലിഫോണിൽ കൂടെയുള്ള സഹകരണത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പിന്തുണ നമുക്ക് വളരെ സന്തോഷത്തെയും അനുഗ്രഹത്തെയും പ്രോത്സാഹനത്തെയും നൽകുന്ന വസ്തുതയത്രേ എന്ന് അറിഞ്ഞുകൊള്ളട്ടെ. കുടുംബയോഗത്തെ കുറിച്ച് എനിക്ക് പറയുവാനുള്ള സംഗതി, പ്രാർത്ഥന മധ്യേ ചോദിക്കാൻ സൂചിപ്പിച്ചതുപോലെ ഈ എഴുത്തകത്തെ 5 ആൺമക്കളും 2 പെൺമക്കളും ഉൾപ്പെട്ട കുടുംബം, അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പ്രവർത്തന ശൈലി ഉണ്ടായിരുന്നു. പ്രാരംഭകാലത്ത് മറ്റുള്ളവരുടെ മുൻപിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയത്തക്ക രീതിയിലുള്ള അനേക ഗുണഗണങ്ങൾ ആ മക്കൾക്ക് ദൈവം ദാനം ചെയ്ത് കൊടുത്തിരുന്നു. അനന്തര അവകാശികളാകുന്ന നമ്മൾ അവർക്ക് കൊടുത്തിട്ടുള്ള, അവരിൽ നിന്ന് നാം പഠിച്ചിട്ടുള്ള ആ നല്ല കാര്യങ്ങളെ അത് പ്രാവർത്തികമാക്കുന്നതിനും അത് മറ്റുള്ളവരുമായിട്ട് പങ്കിടുന്നതിനും തക്ക ഒരു രീതിയിലേക്ക് നാം ഓരോരുത്തരും കടന്നു വരേണ്ടതാണ്. പഴയ കാല
കാലത്ത് വളരെ സ്നേഹമുള്ള ഒരു കുടുംബമായിട്ട് ഞാനിതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ചെറുപ്പുറത്തെ എൻ്റെ വല്യപ്പച്ചൻ തോമാച്ചാൻ എന്ന് പറയുന്ന ആ മക്കളിൽ 4ാമത്തെ മകൻ അവിടെ പോയി താമസിച്ച സന്ദർഭത്തിൽ ഇടയ്ക്ക് കാറ്റും മഴയും കോളുമൊക്കെ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ പിറ്റേ ദിവസം രാവിലെ തന്നെ കട്ടാലയത്തിൽ നിന്നും മലയിൽ നിന്നും ചേട്ടന്മാർ അവിടെ ഓടിയെത്തുമായിരുന്നു. അനിയൻ എങ്ങനെയുണ്ട്, കാറ്റിലും മഴയിലും അനിയൻ്റെ പറമ്പിനോ വീടിനോ വരെ ക്ഷതം വല്ലതും സംഭവിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ഒരു പതിവ് ആ കാലത്തുണ്ടായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ആ സ്നേഹം ഇന്നത്തെ സാഹചര്യത്തിൽ സ്വന്തം അർത്ഥവത്തായ രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ നാം ഓരോരുത്തരും യത്നിക്കേണ്ടതാണ്. സ്ഥിരമായിട്ട് പ്രവർത്തിച്ച് മുൻപോട്ട് പോകുമ്പോൾ പലരും പറഞ്ഞ് ഞങ്ങളുടെ ഈ കമ്മിറ്റിയിൽപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ പറയുന്ന ഒരു സംഗതി എടുത്ത് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഒരു വർഷം ഇവിടെ വന്ന് എല്ലാവരുമായിട്ട് കണ്ടും കേട്ടും പോകുന്നു എന്നുള്ളതിന് അപ്പുറമായിട്ട് നമുക്ക് മറ്റുള്ളവരെ സഹായിക്കുന്നതിനും മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും നന്മ ചെയ്യുന്നതിനുമുള്ള ഒരു വേദിയായിട്ട് ഇതിനെ മാറ്റേണ്ടതായിട്ടുണ്ട്. അതിന് തക്കവണ്ണമുള്ള ആലോചനകളും കാര്യങ്ങളും പ്രത്യേകിച്ച് ഇന്നത്തെ മീറ്റിങ്ങിനും മറ്റും നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമത് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന സംഗതി, ഇവിടെ വന്ന് ഇരിക്കുന്ന എല്ലാവരുമായിട്ട് ഓരോരുത്തരും പ്രത്യേകമായിട്ട് പരിചയപ്പെടുന്നു. അടുത്ത തവണ വരുമ്പോൾ അവരെ കാണുമ്പോൾ തന്നെ അവർ ഇന്ന ശാഖയിലെ ഇന്ന ആളിൻ്റെ മകനാണ്, മകളാണ്, മരുമകനാണ്, കൊച്ചുമകനാണ് എന്ന് പറയുവാൻ തക്ക രീതിയിലുള്ള ഒരു വ്യക്തിബന്ധം പുലർത്തുന്ന രീതിയിലേക്ക് നാം കടന്നു വരണം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ ബന്ധങ്ങൾക്ക് സ്വല്പം കൂടെ അതിന് ആഴവും പരപ്പും ഒക്കെയും ഉണ്ടാകും. ഈ സമയത്ത് ഇതിൽ കൂടുതലായിട്ടൊന്നും ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഒരു കാര്യം കൂടെ പറയുവാൻ താല്പര്യപ്പെടുന്നു. അതായത് ഈ നമ്മുടെ ഓഗസ്റ്റ് 14-ാം തീയതി കൂടിയ മീറ്റിങ്ങിന് ശേഷം നമ്മുടെ രണ്ടാമതൊരു മീറ്റിംഗ് ഇന്ന് കൂടുന്നു. ഇന്ന് 1-ാം തീയതിയാണ്. മറ്റ് പല എൻഗേജ്മെൻറ്റുകളൊക്കെയും ഉണ്ട്. അതുകൊണ്ട് ഇവർക്ക് സംബന്ധിക്കുവാൻ സാധിക്കാതെയാണ് ഇരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ ഒരു വർഷം എത്ര മീറ്റിങ്ങുകൾ കൂടണം, അത് എപ്പോഴൊക്കെ ആയിരിക്കണം എന്നുള്ള മുൻകൂട്ടിയുള്ള ഒരു തീരുമാനം, ഒരു ആലോചന നമ്മൾ എടുത്ത് ഒരു 4 മാസം മുൻപെങ്കിലും ഈ തീയതികളൊക്കെ നമുക്ക് നിശ്ചയിക്കുവാൻ സാധിക്കുമെങ്കിൽ അത് എല്ലാവർക്കും ഒരു അനുഗ്രഹകരമായ സംഗതിയായിരിക്കും. അവരുടെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആ രീതിയിൽ അറേഞ്ച് ചെയ്യുവാനായിട്ട് സാധിക്കും. പരിചയപ്പെടലിൻ്റെ പക്ഷേ പരിചയപ്പെടലാണ് ഇനി അടുത്ത ഐറ്റമായിട്ട് നമുക്കുള്ളത്.